ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം പുതിയ റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 10.49 ലക്ഷം രൂപ മുതലാണ് എക്സ് ഷോറൂം വില. കരുത്തുറ്റ പുതിയ രൂപകൽപ്പന, പ്രീമിയം ഫീച്ചറുകൾ എന്നിവയുമാണ് പുതിയ ഡസ്റ്റർ എത്തുന്നത്. ഡസ്റ്ററിന്റെ രൂപകൽപ്പന മുമ്പത്തേക്കാൾ കൂടുതൽ കരുത്തുറ്റതാണ്. ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ, ബോഡി ഗ്ലാഡിംഗ്, LED ലൈറ്റിങ്ങൾ, ബോൾഡ് ഫ്രണ്ട് ഫാസിയ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഡസ്റ്ററിന്റെ ഐക്കണിക് ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് അതിന്റെ കരുത്തുറ്റ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. പുതിയ റെനോ ഡസ്റ്ററിൽ 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. 1.0 ലിറ്റർ ടർബോ ചാർജ്ഡ് യൂണിറ്റും വലിയ 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും വാങ്ങുന്നവർക്ക് 6 സ്പീഡ് മാനുവൽ, CVT അല്ലെങ്കിൽ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവയിൽ നിന്നും തിരഞ്ഞെടുക്കാം. വർഷാവസാനം ഉത്സവ സീസണിൽ റെനോ 1.8 ലിറ്റർ ടർബോ പെട്രോൾ ഹൈബ്രിഡ് വേരിയന്റ് അവതരിപ്പിക്കും. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ മാത്രമേ ലഭ്യമാകൂ. പുതിയ ഡസ്റ്ററിന്റെ രൂപകൽപ്പന മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തിയുള്ളതും പ്രീമിയവുമാണ്. ട്രബസോയിഡൽ ഗ്രില്ല്, പൂർണ്ണ LED ലൈറ്റിംഗ്, 18 ഇഞ്ച് അലോയ് വീലുകൾ, കട്ടിയുള്ള ഗ്ലാഡിംഗ്, ബോൾഡ് സ്റ്റാൻഡ്സ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചൈനീസ് ബ്രാൻഡായ വിവോ T5 സീരീസിലെ പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ വിവോ T5X 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചു. മിഡ് റേഞ്ച് വിഭാഗത്തിലെത്തുന്ന ഈ ഫോണിന് വലിയ ബാറ്ററിയും ശക്തമായ പ്രകടനവുമുണ്ടെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. മിഡ് റേഞ്ച് വിഭാഗത്തിൽ വരുന്ന ഈ ഫോണിന് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയോടൊപ്പം IP68, IP69+ റേറ്റിംഗുകളും ലഭ്യമാണ്. 7200 mAh ശേഷിയുള്ള വലിയ ബാറ്ററിയും 44 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും MediaTek Dimensity 7400 ടർബോ ചിപ്സെറ്റും ഈ ഫോണിന്റെ പ്രധാന സവിശേഷതകളാണ്. 6.76 ഇഞ്ച് ഫുൾ HD+ LCD ഡിസ്പ്ലേയോട് കൂടിയ ഈ സ്മാർട്ട് ഫോണിന് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സുമുണ്ട്. ഡയമൻസിറ്റി 7400 ടർബോ പ്രോസസറിന്റെ പിന്തുണയോടെ 8 GB വരെ റാമും 256 GB വരെ സ്റ്റോറേജും ലഭ്യമാകും. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള ഒറിജിൻ OS 6 ആണ് ഫോണിൽ പ്രവർത്തിക്കുന്നത്. ക്യാമറ വിഭാഗത്തിൽ 50 മെഗാ പിക്സൽ സോണി IMAX 852 പ്രധാന ക്യാമറ, 2MB ബോക്കെ ലെൻസ്, 32 MB സെൻസി ക്യാമറ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6GB + 128GB വേരിയന്റിന് 18,999 രൂപയും 8GB + 128GBക്ക് 20,999 രൂപയും 8GB + 256GB മോഡലിന് 22,999 രൂപയുമാണ് വില. മാർച്ച് 24 മുതൽ ഫ്ലിപ്കാർട്ട്, വിവോ ഇന്ത്യ ഇ-സ്റ്റോർ, മറ്റ് റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി ഫോൺ വാങ്ങാനാവും. സൈബർ ഗ്രീൻ, സ്റ്റാർ സിൽവർ എന്നീ നിറങ്ങളിൽ ഇത് ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മാർക്ക് സക്കർബർഗിന്റെ മെറ്റ കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കുതിച്ചുയരുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളും AI പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റവുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. കമ്പനിയുടെ ഏകദേശം 79,000 ജീവനക്കാരിൽ 20% പേർക്ക് ജോലി നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഏകദേശം 15,800-ലധികം വരുമെന്നാണ് കരുതുന്നത്. കുതിച്ചുയരുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളും AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലീനർ ഓപ്പറേഷനുകൾക്ക് മാറ്റം കൊണ്ടുവരാനുള്ള തന്ത്രപരമായ നീക്കങ്ങളും കാരണമാണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ എത്രത്തോളം പിരിച്ചുവിടലുകൾ സംഭവിക്കും, എപ്പോഴാണ് ഇത് നടപ്പിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. 2022-23 പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പിരിച്ചുവിടലിനാണ് മെറ്റ തയ്യാറെടുക്കുന്നത്. 2028 ആകുമ്പോഴേക്കും ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനായി കമ്പനി $600 ബില്യൺ ചെലവഴിക്കും. 2026 മൂലധന ചെലവ് $135 ബില്യൺ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ചെലവഴിച്ച $72 ബില്യൺ ഇരട്ടിയാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കപ്പുറം മെറ്റ തങ്ങളുടെ സൂപ്പർ ഇന്റലിജൻസ് ടീമിനായി മികച്ച AI ഗവേഷകർക്ക് ആകർഷകമായ ശമ്പള പാക്കേജുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പാക്കേജുകളിൽ ചിലത് 4 വർഷത്തിനുള്ളിൽ കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുത്തുന്നതാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.